ചിലത് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പകർത്താനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ പ്രപഞ്ചത്തിലേക്ക് പഠിച്ചത് ആ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുകയും ആ തെറ്റുകൾ പൊറുപ്പിക്കാതെ പാപപങ്കിലമായി ജീവിച്ച് മരണപ്പെട്ടാൽ നമ്മുടെ സങ്കേതം, നമ്മുടെ മടക്ക സ്ഥലം നരകമായിരിക്കും. അതുകൊണ്ട് തന്നെ റബ്ബ് തആലയിലേക്ക് എപ്പോഴും നമ്മൾ പാപമോചന പ്രാർത്ഥന 100 പ്രാവശ്യവും അതുപോലെ തന്നെ 70 പ്രാവശ്യവുമൊക്കെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂല് തൗബ ചെയ്തിരുന്നത് ദോഷം ചെയ്തത് കൊണ്ടല്ല, അവിടുത്തെ ദറജയിൽ വർധനവ് കിട്ടാൻ. അതല്ലെങ്കിൽ പിൽക്കാലത്ത് വരുന്ന എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവർ തെറ്റ് ചെയ്യുമ്പോൾ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടത് ഈ രൂപത്തിലാണ് എന്നുണ്ട്. എന്നാൽ അതിൻ്റെ സയ്യിദ്, നേതാവ് എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ ഒരു ഇസ്തിഗ്ഫാറുണ്ട്. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വളരെ പ്രതിഫലാർഹമായിട്ടുള്ള ഇസ്തിഗ്ഫാറാണ്. നബിതങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വമൻ ഖാലഹ, ആരെങ്കിലും ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, മിനൻ നഹാരി, പകലിൽ ചൊല്ലിയാൽ, മൂഖിനം ബിഹാ, ആ ഇസ്തിഗ്ഫാറിൻ്റെ സവാബിൽ ഉറപ്പിച്ചുകൊണ്ട്, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു വേണം വേണ്ടാച്ചിട്ടുള്ള ചൊല്ലലല്ല, മറിച്ച് ആത്മാർത്ഥമായി പ്രതിഫലം കാംക്ഷിച്ച്, പ്രതിഫലത്തിൽ ഉറപ്പിച്ച് പ്രഭാതത്തിൽ പകലിൽ ഒരാൾ ചൊല്ലിയാൽ ഫമാത മിൻ യൗമിഹി, അന്ന് തന്നെ അയാൾ മരിക്കുകയും ചെയ്താൽ, ഖബല അൻ യുംസിയ, വൈകുന്നേരമാകുന്നതിൻ്റെ മുമ്പ് മരിച്ചാൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. വമൻ ഖാലഹാ മിനൽ ലൈൽ, ആരെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാത്രിയിൽ ചൊല്ലി, വഹുവ മൂഖിനും ബിഹാ, അതിൻ്റെ പ്രതിഫലത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരാൾ ചൊല്ലിയാൽ, ഫമാത ഖബല അൻ യുസ്ബിഹ, പ്രഭാതമാകുന്നതിൻ്റെ മുമ്പേ മരിക്കുകയും ചെയ്താൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർവികരായ സമൂഹത്തെ പോലെ ഒരുപാട് ആയുസ്സും ഒരുപാട് കാലം ജീവിച്ച് ഒരുപാട് ഇബാദത്തുകളും ചെയ്യാനുള്ള അവസരം നമുക്കില്ലല്ലോ. മറിച്ച് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് കുറുക്കു വഴികളിലൂടെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. കുറുക്കു വഴി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ റസൂലിനെ കബളിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ലളിതമായ ഇബാദത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലളിതമായ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം. അപ്പം ലളിതമായ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെല്ലാവുന്നതല്ലേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അപ്പം നരകത്തിനെ തൊട്ട് പ്രൊട്ടക്റ്റായിട്ട് നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വളരെ ലളിതമായൊരു മാർഗമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളത്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട് റിപ്പോർട്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ നേതാവ്, അൻ തഖൂല, നീ പറയലാണ്, اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇത് എല്ലാവരും ചൊല്ലുന്നത് തന്നെയാവാം. എന്നിരുന്നാലും ചൊല്ലുന്നവരെ ഒന്ന് ഉണർത്താനും ചൊല്ലാത്തവർക്ക് ആത്യന്തികമായിട്ട് പഠിക്കാനും വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ, പടച്ചവനെ, അന്ത റബ്ബി, നീ എൻ്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ല അന്ത, നീയല്ലാതെ ഇലാഹില്ല. അപ്പോൾ അള്ളാഹുവാണ് റബ്ബ്, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, വളർത്തിക്കൊണ്ടുവരുന്നവൻ.
അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി വേറെ ഒരു ഇലാഹി ഇല്ല. ഖലഖതനി, അള്ളാഹുവേ നീ എന്നെ പടച്ചു, അന അബ്ദുക, നീ ഖാലിഖാണ്, ഞാൻ നിന്റെ അടിമയാൾ. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, എനിക്ക് സാധ്യമാകും വിധം ഞാൻ നിന്റെ കരാറിൻ്റെ മേലും നിന്നോടുള്ള കരാറിൻ്റെയും വാഗ്ദത്തത്തിൻ്റെയും മേലിലാണ്. അഥവാ നിനക്ക് ഇബാദത്ത് ചെയ്യാം തെറ്റില്ലാതെ, നിന്റെ ദിക്റിലായി ഫിക്റിലായി ശരീഅത്തനുസരിച്ച് കൊണ്ട് ജീവിക്കാമെന്ന കരാറും വാഗ്ദാനവും ഉണ്ടല്ലോ, അത് എനിക്ക് സാധ്യമാകും വിധം ഞാൻ അങ്ങനെ ജീവിക്കുന്നു. അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ തേടുന്നു, മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഷർറിൽ നിന്ന്. ഏത് പാപം ചെയ്യുമ്പോഴും അതിൽ ദുന്യവിയായ ഉപദ്രവങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ പരലോകത്ത് ഖബറിലും അശ്റയിലും ആ തിന്മയുടെ ഷർറ് വരും. അതിനെ തൊട്ടൊക്കെ പടച്ചോനെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യാ, പടച്ചോനെ നിന്നോട് ഞാൻ സമ്മതിച്ചു പറയുന്നു, ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, എത്രയെത്ര അനുഗ്രഹങ്ങളാ പടച്ചോനെ നീ എനിക്ക് ചെയ്തു തന്നത്. ചിരിക്കാനുള്ള ചുണ്ടുകളും ചവക്കാനുള്ള പല്ലുകളും, സംസാരിക്കാനുള്ള നാവും, പിടിക്കാനുള്ള കൈയും, നടക്കാനുള്ള കാലും, ചിന്തിക്കാനുള്ള മനസ്സും, അങ്ങനെ തുടങ്ങി കുടിക്കാനുള്ള വെള്ളവും, ഉടുക്കാനുള്ള വസ്ത്രവും, പാർക്കാനുള്ള പാർപ്പിടവും, സഞ്ചരിക്കാനുള്ള വാഹനവും. അതുപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാലോ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാരാണ് നിയന്ത്രിക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതൊക്കെ ദഹിപ്പിച്ച് ഒരു ഭാഗത്തിലൂടെ മൂത്രം, ഒരു ഭാഗത്തിലൂടെ കാഷ്ടം, എന്നിട്ട് ഒരു പൈപ്പ് നമ്മൾ പൂട്ടി തുറക്കുന്ന പോലെ നമുക്ക് കാഷ്ടിക്കാൻ വേണ്ടി തോന്നുമ്പോൾ ആ ദ്വാരം എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. നമ്മളുടെ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ദ്വാരങ്ങളൊക്കെ പൂർവ്വസ്ഥിതി പ്രാപിച്ചുകൊണ്ട് അതേപടി നിൽക്കുകയും ചെയ്യുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് പടച്ച തമ്പുരാൻ ചെയ്തത്. എടാ റബ്ബിനോട് പറയണ, പടച്ചോനെ അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന പടച്ചോനെ നിന്റെ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു പറയുന്നു. അബൂഉ ലക ബിദംബി, ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു പടച്ചോനെ. തെറ്റിനെ ന്യായീകരിക്കല്ല, ഞാനിത് അംഗീകരിച്ചു പടച്ചോനെ. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു കൊണ്ട് റബ്ബേ. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പടച്ചോനെ ദോഷം പൊറുക്കുന്നവനില്ല. വളരെ സാരസമ്പൂർണമായ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണിത്. ആദ്യം പറയുന്നു, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്, എല്ലാം നിയന്ത്രിച്ച് പടച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്നവൻ. റബ്ബിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുക, അതുപോലെ റബ്ബിൻ്റെ ഉലൂഹിയത്തും അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ല അൻത, അങ്ങേയറ്റത്തെ താഴ്മയും വടക്കവും അർപ്പിക്കാൻ നീ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ അവകാശപ്പെട്ടവനായിട്ടുള്ളൂ, വേറെ ഒരാളില്ല. മാത്രമല്ല പടച്ചോൻ എജ്ജാണ് എന്നെ പടച്ചത്, വേറൊരു മനുഷ്യനല്ല, വേറൊരു ജീവിയോ വസ്തുവല്ല എന്നെ പടച്ചത്, നീ മാത്രമാണ് എന്നെ പടച്ചത്. ഞാനോ ഒരു ലൈഫായ അടിമ. വാന അബ്ദുക് വാന അലാ അഹ്ദിക വഅദിക മസ്തതഅതു. പ്രിയപ്പെട്ടവരെ, വളരെയധികം പണ്ഡിതന്മാരാണ് എല്ലാവരും. ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള പ്രാർത്ഥനകളാണ്. ഇത് നമ്മൾ ചെയ്യുക, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹപാഠികൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ അറിയിച്ചു കൊടുക്കുക. ലളിതമായ ഇബാദത്തുകൾ വലിയ പുണ്യം, വലിയ പ്രതിഫലം ലഭിക്കുന്ന ലളിതമായ കർമ്മങ്ങളാണ്. ഇതൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്താലും, വിശേഷ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് വേഗം സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ക്യാൻസർ, അറ്റാക്ക്, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ